സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒരു സുവിശേഷ മഹായോഗത്തിനു കൂടെ സാക്ഷ്യം വഹിപ്പാൻ നമ്മുടെ ആയുസ്സിൽ കർത്താവ് അവസരമൊരുക്കി. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹാകൃപ നമ്മുടെ മേൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി തീർത്തു. പ്രത്യേകിച്ച് തിരുവല്ല സെൻറ്റർ ക്രമീകരിച്ചിരിക്കുന്ന ഈ സുവിശേഷ യോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിൽ കടന്നു വരുവാനും ദൈവവചനം ശ്രദ്ധിക്കുവാനും കർത്താവ് തരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിൻ്റെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അതോടൊപ്പം ഈ പ്രാരംഭ രാത്രിയിലെ ഈ സുവിശേഷ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോജു തോമസ് അവറുകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തോത്രം ചെയ്യുകയാണ്. പേരെടുത്ത് വന്ദനം ചൊല്ലേണ്ട ധാരാളം അനുഗ്രഹീതരായ ദൈവദാസന്മാർ ഈ വേദിയിലുണ്ട്. സ്വാഗത സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേര് ഇവിടെ പ്രസ്താവിക്കപ്പെട്ടതുകൊണ്ട് സമയലാഭത്തിനു വേണ്ടി ഞാൻ ആ യജ്ഞത്തിന് മുതിരുന്നില്ലെങ്കിലും ഹൃദയം കൊണ്ട് വളരെ സ്നേഹിക്കുന്ന ഈ ബഹുമാനരായ ദൈവദാസന്മാരുടെ സാന്നിധ്യം ഈ ശുശ്രൂഷയ്ക്ക് ഇന്നു രാത്രി അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്നോർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന് വന്ദനം ചെയ്യുകയാണ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആത്മീക സംഗമത്തിന് ആത്മീക ഗീതങ്ങളാൽ നമ്മെ അനുഗ്രഹീതമായ ഒരാത്മീക അന്തരീക്ഷത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടി ഖണ്ഡനാളങ്ങളിൽ പ്രത്യേകമായ ദൈവിക അഭിഷേകം ചൊരിയപ്പെട്ടവരായ പ്രിയ ഗായകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കാലഘട്ടത്തിൽ വ്യത്യസ്തമായ സംഗീത ശുശ്രൂഷകളിലൂടെ അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ പ്രിയപ്പെട്ടവരെ കർത്താവ് സഹായിക്കുമാറാകട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാത്രി നടക്കുന്ന ഈ സുവിശേഷ യോഗത്തിൽ കടന്നു വന്ന് സംബന്ധിക്കുവാനും വചന ശുശ്രൂഷിക്കുവാനും സാധുവായ എനിക്കും ഇങ്ങനൊരു അവസരം ഒരുക്കപ്പെട്ടതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഈ സെൻറ്ററിൻ്റെ ബഹുമാനനായ സെൻറ്റർ പാസ്റ്ററും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ഈ സെൻറ്ററിൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ സെക്രട്ടറി, അതുപോലെ തന്നെ ഈ സെൻറ്ററിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്തൃവേല ചെയ്യുന്ന ദൈവ ശുശ്രൂഷകന്മാർ, സഭകളിൽ കർത്തൃദാസന്മാരോട് ചേർന്ന് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്ന സഭാജനം, എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദിയെ ഈ അവസരത്തിൽ ഓർപ്പിക്കുവാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രാരംഭ രാത്രിയിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഇന്നു രാത്രി സർവശക്തനായ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടുകയും ഇവിടെയുള്ള സ്ഥലം സഭയ്ക്കും ഈ സെൻറ്ററിലുള്ള സഭകൾക്കും ശുശ്രൂഷ കുടുംബങ്ങൾക്കും വിശ്വാസ സമൂഹത്തിനും ഈ ദേശത്തിനും ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠങ്ങളിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കുവെക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൈവാലോചന, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം. ഈ വാക്യത്തെ ആധാരമാക്കി നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ സംബന്ധിച്ച്, ക്രിസ്തു തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവസഭയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് വളരെ വേഗം പ്രാർത്ഥിച്ച് ഈ രാത്രി നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ക്രിസ്തുവിൽ ശരണപ്പെടുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു വേദഭാഗമാണ്. ഞാൻ തന്നെ ആ വാക്യം പ്രാരംഭമായി വായിക്കുക. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാരംഭ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ വചനപതിൻ്റെ ശക്തിയോടുകൂടെ വെളിപ്പെട്ടു വരേണ്ടതിന് ഈ അന്തരീക്ഷത്തിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും വചനത്തിൻ്റെ മുൻപാകെ നിഷ്ഫലമായി പോകേണ്ടതിന് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെടുന്ന വചനം അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് വരുവാൻ തടസ്സമായി ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ ശക്തികളുടെ മേലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വലിയ പരിവർത്തനം ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രാരംഭ രാത്രിയിൽ തന്നെ ദൈവത്തിൻ്റെ വചനം ശക്തിയോടുകൂടെ വിളിച്ചു പറയുവാൻ ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ.
കർത്താവ്, ഈ അന്തരീക്ഷത്തെ ദൈവം ശുദ്ധീകരിക്കുമാറാകണമേ. വചനത്തിൻ്റെ ശക്തിയോടുകൂടെ വെളിപ്പെട്ട് വരുവാൻ തടസ്സമായി, കർത്താവെ, ഹൃദയങ്ങളിൽ ഇത് ഫലപ്രാപ്തിയിലേക്ക് വരുവാൻ തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ ദേശത്തിൻ്റെ അധിപതികളുടെ പോരുകളുടെ മേലും കർത്താവേ, നിന്റെ വിടുതലിൻ്റെ കരം നീട്ടുമാറാകണം. ദൈവനാമം മാത്രം ഈ രാത്രിയിൽ മഹത്വമെടുക്കുമാറാകണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വളരെ സമയബന്ധിതമായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സുവിശേഷ യോഗമാണ് ഇവിടെയുള്ളത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന സുവിശേഷ യോഗങ്ങളുടെ ഓരോ ദിവസങ്ങളിലും ഇവിടെ ഉച്ചരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം ഘോഷണം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുമാറാകട്ടെ എന്ന് പ്രാരംഭമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ മാത്രമല്ല, ഏതൊരു സുവിശേഷ സംഘടനയുടെയും സുവിശേഷ യോഗം ലോകത്തോട് അറിയിക്കുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങളിലെല്ലാം പരമപ്രധാനമായി ഉണ്ടായിരിക്കണമെന്ന് നാം ചിന്തിക്കുന്ന ചില അതിപ്രധാനമേറിയ ചില വസ്തുതകളുണ്ട്. എവിടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചാലും അത് വേദപുസ്തകാധിഷ്ഠിതമായിരിക്കണം. അതോടൊപ്പം ഏതൊരു സുവിശേഷ യോഗത്തിൻ്റെ കേന്ദ്രബിന്ദു എന്നുള്ളത് ക്രിസ്തുവായിരിക്കണം. അവിടെ ഉയർത്തപ്പെടേണ്ടത് ക്രിസ്തുവിനെ ആയിരിക്കണം. ക്രിസ്തുവിൻ്റെ സന്ദേശമായിരിക്കണം ഉയർത്തപ്പെടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ ഏത് സുവിശേഷ യോഗങ്ങളിലും നാം മുറുകെ പിടിക്കുന്ന ഉപദേശ സത്യങ്ങളുണ്ട്. ഉപദേശ സത്യങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം നൽകുന്ന ഒരു യോഗമായി നമ്മുടെ യോഗങ്ങൾ മാറണം. ഓരോ യോഗം കഴിഞ്ഞ് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ വിശ്വാസികളുടെ ഹൃദയത്തിനകത്ത് സ്വർഗത്തെക്കുറിച്ചുള്ള, നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ വർദ്ധിച്ചു വരുവാൻ ഇടയാകുമാറാകണം. നാം ഇവിടെ ഉദ്ഘാടന സന്ദേശത്തിൽ കേട്ടതുപോലെ തന്നെ കാലോചിതമായി ഈ കാലഘട്ടത്തിന് ആവശ്യമായ സുവിശേഷ സന്ദേശം കൂടിയായിരിക്കണം നമ്മുടെ വേദികളിൽ നിന്ന് എല്ലാ ദിവസവും പ്രഘോഷിപ്പിക്കപ്പെടേണ്ടത് എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ അടിസ്ഥാന പ്രമാണങ്ങളെ ആധികാരികമായി അടിസ്ഥാനമാക്കിയുള്ള വചനപ്രഭാഷണങ്ങൾ ഇന്നു മുതൽ ഇവിടെ നടക്കുന്ന എല്ലാ യോഗങ്ങളിലും ഉണ്ടാകുമാറാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രധാനമായി ഈ സുവിശേഷ മഹായോഗങ്ങളിൽ സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി കടന്നു പോകുന്ന ദൈവദാസന്മാർ അവർക്ക് പ്രസംഗത്തിന് വേണ്ടി ലഭിക്കുന്ന ദിവസങ്ങളെ അടിസ്ഥാനമാക്കി പ്രസംഗ വിഷയങ്ങൾ പലപ്പോഴും ക്രമീകരിക്കാറുണ്ട്. ഏതൊരു സുവിശേഷ യോഗത്തിൻ്റെയും ആദ്യ ദിനം എന്നുള്ളത് മാനസാന്തര സന്ദേശം, സുവിശേഷ സന്ദേശം ലോകത്തോട് നൽകുവാൻ വേണ്ടി അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ദിവസമാണ്. രണ്ടാം ദിവസത്തിൽ സാധാരണയായി നമ്മുടെ സുവിശേഷ യോഗങ്ങളിൽ പ്രധാനമായി നാം ഉച്ചരിക്കാറുള്ളത്, ഒന്നാം ദിവസം മാനസാന്തരമാണെങ്കിൽ രണ്ടാം ദിവസം അത് വേർപാടിൻ്റെ ഉപദേശം ശക്തമായി സമൂഹത്തോടും സഭകളോടും പറയുന്ന ദിവസങ്ങളായിരിക്കും. മൂന്നാം ദിവസം മിക്കവാറും സമാപന ദിവസമാകാറുണ്ട്. ഈ സമാപന ദിവസത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനം, അതാണ് സഭയുടെ ഏകപ്രത്യാശ. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രസംഗത്തിനു വേണ്ടി പല ദൈവദാസന്മാരും തിരഞ്ഞെടുക്കുവാൻ ഇടയായി തീരാറുള്ളത്. അതുകൊണ്ട് തന്നെ അനേക സ്ഥലങ്ങളിൽ സുവിശേഷ യോഗങ്ങൾക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ ഈ അടിസ്ഥാന പ്രമാണങ്ങളെല്ലാം ഒത്തിണങ്ങുന്ന ഒരു സുവിശേഷ പ്രസംഗം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടും ഈ രാത്രിയിൽ സുവിശേഷം തന്നെ നിങ്ങളോട് വിളിച്ചു പറയാമെന്നാണ് ഞാനും താല്പര്യപ്പെടുന്നത്. അത് ഈ ദേശത്തിന് അനുഗ്രഹമായി തീരുമാറാകട്ടെ എന്നോർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു സുവിശേഷ പ്രസംഗത്തിന് വേണ്ടി വേദിയിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് 99കളിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഓർമ്മ വരികയാണ്. അന്ന് ഞാൻ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ നല്ലില സഭയുടെ ശുശ്രൂഷകനായിരിക്കുകയാണ്. ആ സഭയുടെ ശുശ്രൂഷകനായി തുടരുമ്പോഴാണ് ഒരു രാത്രിയിൽ നമ്മുടെ ആ പഴയ ഹോളിനോട് ചേർന്നുള്ള പഴയ ഒരു പാഴ്സനേജിൽ വിശ്രമിക്കുന്നു. ഏതാണ്ട് രാത്രി 2:30 മണി സമയമായി. അവിടെ ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ഞാനന്ന് കണ്ട എൻ്റെ ആ സ്വപ്നത്തിൽ ഞാനൊരു ശവമഞ്ചത്തിൽ കിടക്കുകയാണ്. എൻ്റെ ഭാര്യയും എൻ്റെ പിഞ്ചുകുട്ടികളും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എന്നെ സ്നേഹിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരും അതോടൊപ്പം നല്ലില സഭയിലെ വിശ്വാസികൾ എല്ലാവരും അവിടെയുണ്ട്. ആ പെട്ടിക്കകത്ത് ഞാൻ കിടക്കുകയാണ്. ഞാൻ ആ സ്വപ്നം കാണുകയാണ്. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ആ സമയത്ത് ഈ സ്വപ്നം അതിൻ്റെ മുന്നേറ്റത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് വരികയാണ്. നിശ്ചലനായി പെട്ടിക്കകത്ത് മരിച്ചു കിടക്കുന്ന
ആ മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ്, നീ സ്വർഗത്തിൽ പോകുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പോകും. ഞാൻ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു ദൈവവൈതലാണ്, ഞാൻ സ്വർഗത്തിൽ പോകും. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ ചെന്നാൽ നിനക്ക് എന്താണ് ലഭിക്കുവാൻ വേണ്ടി പോകുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ ആയുസ്സിൽ എൻ്റെ നല്ല ചെറുപ്പത്തിൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. എൻ്റെ സഹോദരങ്ങളെ പോലെയോ എന്നെപ്പോലെ ജീവിച്ചു വരുന്ന അനേക ചെറുപ്പക്കാരെ പോലെയോ ഏതെങ്കിലും ഉന്നതമായ ഒരു ജോലിയോ ഒരു ബിസിനസ്സോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ലോകത്തിൽ കുറെ കൂടെ മെച്ചമായ ഒരു ജീവിത സൗകര്യം എനിക്ക് ലഭിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ മേൽ ഒരു വലിയ ദൈവനിയോഗം കടന്നു വന്നു. ആ ദൈവനിയോഗം എന്നുള്ളത് ദൈവജനത്തിൻ്റെ ഇടയിൽ ആത്മീക ശുശ്രൂഷ നിർവഹിക്കുക എന്നുള്ളതാണ്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ മാതാപിതാക്കൾക്കോ എൻ്റെ സഹോദരങ്ങൾക്കോ എന്തിനേറെ എനിക്ക് തന്നെ ഉണ്ടായിരുന്ന പല പ്രതീക്ഷകളും അസ്തമിക്കുകയായിരുന്നു. ഒരുപക്ഷേ ലോകത്തിലുള്ള മറ്റു പലരെ പോലെ പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനോ നല്ല ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിനോ ഒത്തിരി സാധ്യതകൾ എൻ്റെ മുൻപിലുള്ളപ്പോൾ ഞാനതെല്ലാം ഉപേക്ഷിച്ച് വിശ്വാസ സമൂഹത്തിൻ്റെ ഇടയിൽ ദേശത്ത് സുവിശേഷവുമായി കടന്നുപോയി ദൈവജനം പ്രസംഗിക്കുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചതുകൊണ്ട് നിശ്ചയമായും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് പ്രതിഫലം കിട്ടും. ആ കാര്യത്തിൽ എനിക്കൊരു തർക്കമില്ല. എനിക്കതുകൊണ്ട് സഭയിൽ ദൈവജനം ശുശ്രൂഷിക്കുന്ന ഇടയ ശുശ്രൂഷകൾക്കുള്ള പ്രതിഫലം എനിക്ക് കൃത്യമായിട്ട് ലഭിക്കും എന്നോട് പറഞ്ഞു. അപ്പോഴാ മനുഷ്യൻ എന്നോട് പറയുകയാണ്, നീ വിശ്വസ്തനായി സഭാ ശുശ്രൂഷ ചെയ്താൽ ഒരുപക്ഷെ ഇടയന്മാർക്കുള്ള പ്രതിഫലം നിനക്ക് ലഭിക്കുമായിരിക്കും. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ശുശ്രൂഷകളെല്ലാം ചെയ്യുമ്പോൾ തന്നെ മാന്യമായ വേതനം നിനക്ക് ദൈവം തരുന്നുണ്ട്. നീ എന്താണ് കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടിട്ടുള്ളത്? നീ നിന്റെ സഭയിലെ ആരാധനകൾ ക്രമീകരിക്കുന്നു, നീ നിന്റെ സഭയിലെ ഇടയോഗങ്ങൾ നടത്തുന്നു. എന്താണ് അധികമായി നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചു. ഞാൻ ആ ചോദ്യത്തിന് മുൻപാകെ എനിക്ക് മറുപടി നൽകുവാനുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് എന്താണ് ആ മനുഷ്യനോട് മറുപടി പറയേണ്ടത് എന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ ഉറക്കത്തിൽ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ കിടക്കുന്ന ഒരു ശവപ്പെട്ടിയിലല്ല, ഞാൻ കിടക്കുന്ന എൻ്റെ ബെഡിലാണ്. ഞാൻ വേഗം എഴുന്നേറ്റു. ഞാൻ എൻ്റെ ആ റൂമിൽ നിന്ന് നേരെ സഭാ ഹാളിലേക്ക് കടന്നു വന്നു. ആ സഭാ ഹാളിൽ ഏതാണ്ട് രാത്രി 2:30 മണി സമയമായപ്പോൾ വളരെ സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചു. അന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുത്തു. അതൊരു ശനിയാഴ്ച രാത്രിയായിരുന്നു. അന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവേ, എന്തെങ്കിലും അധികമായി നിനക്ക് വേണ്ടി ഈ ആയുസ്സിൽ പ്രയോജനപ്പെടുവാൻ എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? രാത്രി ഒത്തിരി സമയം ഞാൻ ആലോചിച്ച് ഹോളിൽ കിടന്ന് അന്ന് രാത്രി ഞാൻ ഉറങ്ങി. പിറ്റേ ദിവസം ആരാധനയ്ക്ക് വേണ്ടി വിശ്വാസികളെല്ലാം കടന്നു വന്നു. ആരാധന ആരംഭിച്ചു. സങ്കീർത്തന പ്രബോധനങ്ങൾ കഴിഞ്ഞു, സാക്ഷ്യം കഴിഞ്ഞു, വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. അന്ന് ഏകദേശം 50-ൽ പരം വിശ്വാസികൾ നല്ലിലായിലുണ്ട്. എനിക്ക് തലേ ദിവസം ഉണ്ടായ ഈ അനുഭവം ആ സ്നേഹമുള്ള ആ ദൈവമക്കളുമായിട്ട് പങ്കുവച്ചു. ഞാൻ അവരോട് പറഞ്ഞു, ഈ ലോകത്തിൽ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ കർത്താവിന് വേണ്ടി അധികമായി എന്ത് ചെയ്യാനാണ് നമുക്ക് പറ്റുന്നത്? എന്നോട് ഇന്നലെ രാത്രി ആ ചോദിച്ച ഒരു ചോദ്യം, ഒരുപക്ഷെ ഞാനങ്ങനെ ഒരു പെട്ടി കണ്ടതുകൊണ്ട് ഉടനെ എങ്ങനെ ഞാൻ മരിച്ചു പോകുമോ? മരിച്ചാൽ അധികമായിട്ട് എന്തെങ്കിലും ചെയ്യുവാൻ കഴിയാതെ പോകുമോ? ഞാൻ ഈ കാര്യങ്ങൾ പങ്കുവെച്ചു. അല്പസമയം കഴിഞ്ഞ് ഞാൻ എൻ്റെ വിശ്വാസികളോട് പറഞ്ഞു, അതുകൊണ്ട് ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് 4 മണിക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള നല്ലില ജംഗ്ഷനിലേക്ക് പോവുകയാണ്. ഒരു പരസ്യോഗം നടത്താൻ വേണ്ടി പോവുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഒരു പാട്ട് പാടി സഹായിപ്പാൻ ആരെങ്കിലും എൻ്റെ കൂടെ ഒന്ന് വരാമോ? ഞാൻ ചോദിച്ചു. വിശ്വാസികളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ച മറുപടിയല്ല എനിക്ക് ലഭിച്ചത്. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ചു, ആരാധനാലയത്തിൻ്റെ 4 മതിൽക്കെട്ടുകൾക്കകത്ത് മാത്രം ആരാധിച്ചു മുന്നേറുന്നവർ എന്നോടുകൂടെ വരുവാൻ തയ്യാറാവുകയില്ല എന്ന് ഞാൻ ചിന്തിച്ചത്. ഞാൻ ഓർക്കുകയാണ്, ഒരു ബേബി സാറ്, അദ്ദേഹം ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, 4 മണിക്ക് ഞാൻ വരാം. 4 മണിക്ക് ഞാൻ വരാം. അദ്ദേഹത്തെ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ. ഏതാണ്ട് 4 മണിയായപ്പോൾ
ഈ ബേബി സാറും അദ്ദേഹത്തോടു കൂടെ ചേർന്ന് കുറെ സഹോദരിമാരും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ ഒരുമിച്ച് നടന്ന് നല്ല ജംഗ്ഷനിൽ ചെന്നു. അവിടെ നിന്ന് ഞങ്ങളെല്ലാം ചേർന്ന് ഒരു പാട്ട് പാടി, ശ്രീയേശു നാമം അതിശയ നാമം. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ. ഞങ്ങൾ കൈയടിച്ച് പാടി. മൈക്കില്ല, ഉച്ചഭാഷണിയുടെ മറ്റേ സംവിധാനങ്ങളൊന്നുമില്ല. ഞാൻ പ്രസംഗിച്ചത് അതിനേക്കാൾ ശബ്ദത്തിൽ ഈ ബേബി സാറ് ഏറ്റു പറഞ്ഞു. ആ പ്രസംഗം അങ്ങനെ ഏതാണ്ട് 1/2 മണിക്കൂർ നീണ്ടുപോയി. ഞാനങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം അതുവഴി ഒരു മനുഷ്യൻ കടന്നു പോവുകയാണ്. അദ്ദേഹം ഒരു 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 സ്കൂട്ടറിൽ കടന്നു പോവുകയാണ്. കുറേ ദൂരം ചെന്ന വണ്ടി നിർത്തിയിട്ട് ഞങ്ങളുടെ ഈ പ്രസംഗമെല്ലാം അദ്ദേഹം ദൂരവേ നിന്ന് വീക്ഷിച്ചു. അദ്ദേഹം ഒരു സുവിശേഷകനായിരുന്നു. ആ മനുഷ്യൻ അന്ന് രാത്രി എന്നെ കാണാൻ വന്നു. അദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം എന്നോട് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്നെ വളരെയധികം നിരാശപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, പ്രസംഗിക്കാൻ പോകണമെങ്കിൽ ഇങ്ങനെയൊന്നും പ്രസംഗിക്കരുത്. ദൈവദാസന്മാർക്ക് ഒരു സ്റ്റാൻഡേർഡൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഈ റോഡിലൂടെ പോകുന്നവരല്ലേ, അതുകൊണ്ട് പ്രസംഗിക്കുകയാണെങ്കിൽ പാസ്റ്റർക്ക് വേണമെങ്കിൽ ഒരു ദിവസം പ്രസംഗത്തിന് ഒരു മൈക്ക് വാടകയ്ക്ക് എടുക്കാനുള്ള പൈസ ഞാൻ തരാം. ഇനി ഇങ്ങനെ പോകരുത്. ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ വേദനയുണ്ടായി. അപ്പോൾ എനിക്കൊരു സംശയം കടന്നു വന്നു. ഞാനീ ചെയ്ത് തെറ്റായിപ്പോയോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ തോന്നി. എങ്കിലും എൻ്റെ സഭാജനം എന്നോട് കൂടെ ഇരുന്നു. ഏതാണ്ട് ചില ആഴ്ചകളോളം, ചില മാസങ്ങളോളം എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പരസ്യോഗത്തിന് വേണ്ടി കടന്നു പോകുമായിരുന്നു. എന്നാൽ ഈ സംഭവം ഉണ്ടായതിന് പിറ്റേ ദിവസം മറ്റൊരു പാവപ്പെട്ട ദൈവദാസനെ എന്നെ സന്ദർശിക്കുവാൻ വേണ്ടി വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ചൊവ്വാഴ്ച എന്താണ് പ്രോഗ്രാം? ഞാൻ പറഞ്ഞു, പരിപാടിയൊന്നുമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു പരസ്യോഗത്തിന് വേണ്ടി പോകാം. നിങ്ങൾക്ക് എന്നോട് കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ രാവിലെ 8 മണിക്ക് കൊട്ടാരക്കരയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വരണം. ഞാനവിടെ കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്നപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണാം ഒരു വാൻ വരുന്നു. ആ വാനിനകത്ത് ഷാരോൺ ഫെലോഷിപ്പിലെ 9ഓളം പാസ്റ്റർമാരുണ്ട്. ഞാൻ ആ വാനിൽ കയറി. ഞങ്ങൾ നേരെ പോയത് അഞ്ചലിലേക്കാണ് പോയത്. ഏകദേശം 12 മണിയായപ്പോൾ രാവിലെ മുതലുള്ള ഞങ്ങളുടെ സുവിശേഷ പ്രഭാഷണങ്ങൾ അവിടെ മാവിള എന്നൊരു ജംഗ്ഷനിലായി. അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ദൈവദാസൻ എനിക്കൊരവസരം തന്നു. അവസരം പ്രസംഗിച്ച് അതെല്ലാം ഉപയോഗിച്ച് അന്ന് വൈകിട്ട് രാത്രി ഏകദേശം ഒരു 7:30 മണിയായപ്പോൾ കൊട്ടാരക്കര സ്റ്റാൻഡിൽ എന്നെ ആ വാനിൽ നിന്ന് ഇറക്കി വിടുമ്പോൾ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ഞങ്ങളുടെ കൂടെ പരസ്യോഗത്തിന് വരാം. തുടർന്നുള്ള 15 വർഷം ഞാൻ ആ ദൈവദാസനോടുകൂടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ കടന്നു പോകുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും എൻ്റെ ജീവിതത്തിൽ അവസരമുണ്ടായി. നമ്മുടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നവരാണ്. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം തൃപ്തിപ്പെടുത്തുന്നവനാണ്. അന്നു മുതൽ ഇന്ന് വരെയും ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടുകൂടെ ചെയ്യുവാൻ ദൈവം അവസരം തരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ആ ശനിയാഴ്ച രാത്രിയിലുണ്ടായ ആ സ്വപ്നം ഇന്നിവിടെ നിൽക്കുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ലോകത്തിന് ആവശ്യമായിരിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഒരു യോഗം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു. അതിലുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. അദ്ദേഹം ആ യോഗത്തിൻ്റെ നോട്ടീസുമായിട്ട് അനേക സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഒരു വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്ന് ബെല്ലടിച്ചു. ആരും ഇറങ്ങി വന്നില്ല. ആരും ഇറങ്ങി വരാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് മടങ്ങി പോരുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കൽ കൂടെ പോയി ബെല്ലടിക്കുവാൻ. ഒരു പ്രാവശ്യം കൂടെ പോയി അദ്ദേഹം ബെല്ലടിച്ചു. 2 പ്രാവശ്യം അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാം ഏതാണ്ട് ഒരു 70 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ വന്ന് വാതിൽ തുറന്നു. എന്നിട്ട് ആ സ്ത്രീ ആ സുവിശേഷകനോട് പറഞ്ഞു, നിങ്ങളിവിടെ വന്നത് ഒരു സുവിശേഷം പറയാനാണെന്ന് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ സുവിശേഷം സ്വീകരിക്കാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് സുവിശേഷം പറയാതെ മറ്റെവിടെയെങ്കിലും പോയി പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആ സുവിശേഷകൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു വലിയ ഉണർവ് യോഗത്തിന് പോയി. അവിടെ പ്രസംഗിച്ച ആൾ എന്നോട് പറഞ്ഞു, 1-ൽ കൂടുതൽ വിവാഹം കഴിച്ചവർക്ക് മാനസാന്തരത്തിനുള്ള വകയില്ല. ഞാൻ 3-ലധികം വിവാഹം കഴിച്ച സ്ത്രീയാണ്.
അതുകൊണ്ട് എനിക്ക് രക്ഷയ്ക്ക് മാർഗമില്ല. ഞാൻ ഇന്നലെ രാത്രി മുതൽ കണ്ണുനീരോടുകൂടെയാണ് എൻ്റെ വീട്ടിൽ കഴിച്ചുകൂടുന്നത്. എന്റെ നിത്യത എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന ദുഃഖം എൻ്റെ ഹൃദയത്തിൽ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷകൻ ആ വീടിൻ്റെ തിണ്ണയിലിരുന്നു. യോഹന്നാന്റെ സുവിശേഷം ഒരധ്യായം വായിച്ചു കേൾപ്പിച്ചു. ആ അധ്യായത്തിൽ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീക്ക് 3 അല്ല 5 ഭാര്യമാരുണ്ട്. ഈ 5 ഭാര്യമാരുള്ള ഈ സുവിശേഷം 5 ഭർത്താക്കന്മാരുണ്ട്. 5 ഭർത്താക്കന്മാരുള്ള ഈ സ്ത്രീ യേശുവിലേക്ക് വന്നത് ഒരധ്യായം 2-ൽ കൂടുതൽ പ്രാവശ്യം ആ സ്ത്രീ വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ആ സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, 5 ഭർത്താക്കന്മാർക്കുള്ളവൾക്ക് യേശുവിന്റെ സാക്ഷിയാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കായിക്കൂടാ? വീണ്ടും ആ സുവിശേഷകൻ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്നൊരു വാക്യം വായിച്ചു കേൾപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, 3 മാസത്തിനുള്ളിൽ ആ സ്ത്രീ മാത്രം സുവിശേഷം പറഞ്ഞ് അവിടെ ഒരു സഭ രൂപീകൃതമാകുവാൻ ഇടയായി തീർന്നു. യേശു ഇന്നും പാപികളെ രക്ഷിക്കുന്നു. യേശു ഇന്നും സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകുന്നു. ഇവിടെ മുഴങ്ങുന്നത് ആ സുവിശേഷത്തിന്റെ സന്ദേശമാണ്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതാണല്ലോ സുവിശേഷം. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം എന്ന ചോദ്യത്തിന് എന്തല്ല സുവിശേഷം എന്ന കാര്യത്തിലൂടെ മറുപടി നൽകുന്നതായിരിക്കും ഉത്തമം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുവിശേഷം അതൊരു മതപ്രഭാഷണമല്ല. ഇവിടെ ആവശ്യം പോലെ മതങ്ങളുണ്ട്. ഈ മണ്ണിൽ വളർന്ന് ജനിച്ചു വളർന്ന് പടർന്ന് പന്തലിച്ച് രാജ്യാതിർത്തികൾ കടന്ന് അന്യരാജ്യങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ച ധാരാളം മതങ്ങൾ ഇവിടെയുണ്ട്. സുവിശേഷം ഒരു മതപ്രഭാഷണമല്ല. ഞങ്ങളുടെ ഒരു യോഗങ്ങളിലും ഇതൊരു മതപ്രഭാഷണമെന്ന് പറയാറില്ല. ഒരു നോട്ടീസുകളിലും മതപ്രഭാഷണമെന്ന് പറയാറില്ല. അതിന്റെ കാരണം സുവിശേഷം ഒരു മതപ്രഭാഷണമല്ല. സുവിശേഷം ഒരു തത്വചിന്തയല്ല. ഇവിടെ ഉദ്ഘാടന സമയത്ത് ബഹുമാനായ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ലോകം മുഴുവൻ തത്വചിന്ത, അതിന്റെ വിത്തുപാകിയ ഏതൻസ്, അതിന്റെ തെരുക്കോണുകൾ, അവിടെ വളർന്നു വന്നിട്ടുള്ള എത്രയെത്ര തത്വചിന്തകന്മാർ, ഇവിടെ ജനിച്ച് മരിച്ചു മൺമറഞ്ഞ് എത്രയോ തത്വചിന്തകന്മാർ. ആവശ്യം പോലെ തത്വചിന്ത ഇവിടെയുണ്ടല്ലോ. സുവിശേഷം ഒരു തത്വചിന്തയല്ല, ഒരു മതപ്രഭാഷണമല്ല. സുവിശേഷം ഒരു പ്രത്യയശാസ്ത്രമല്ല. ഹൃദയത്തിൽ അകത്ത് ആവേശം പകരുന്ന എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ ഇവിടെയുണ്ട്. പ്രിയമുള്ളവരെ, സുവിശേഷം ഒരു പ്രത്യയശാസ്ത്രമല്ല. സുവിശേഷം ഒരു ആചാരമല്ല. സുവിശേഷം ഒരു അമ്മൂമ്മ കഥയല്ല. സുവിശേഷം ഒരു ഐതിഹ്യമല്ല. പിന്നെ എന്താണ് സുവിശേഷം? സുവിശേഷം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു വേദഭാഗം 2 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുകയാണ്: ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവാകുന്നു സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജനനമാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ സന്ദേശമാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ മരണമാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ഉയർപ്പാട് സുവിശേഷം. ഈ ദേശത്തോട് ഞങ്ങൾക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയുവാനുള്ളത് യേശു എന്ന സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷം യേശുവാണ്. അതുപോലെ തന്നെ സുവിശേഷ വചനം 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്ന എന്താണ്? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. എന്താണ് സുവിശേഷ വചനം? യേശുവാണ് സുവിശേഷ വചനം. ഈ സുവിശേഷ വചനത്തിന്റെ പ്രത്യേകത ലോകത്തിൽ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. പ്രിയമുള്ളവരെ, ലോകത്തുള്ള സമസ്ത ജനവിഭാഗങ്ങളെയും വ്യത്യസ്തമായ മതരീതികൾ, വ്യത്യസ്തമായ ആരാധന രീതികൾ, വ്യത്യസ്തമായ ഭക്ഷണ രീതികൾ, വ്യത്യസ്തമായ വസ്ത്രധാരണങ്ങൾ, എന്നാൽ ഒരു കാര്യത്തിൽ മാത്രമാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കുന്നത്.
അത് പാപികൾ എന്നുള്ള കാര്യത്തിലാണ്. ഭക്ഷണത്തിൽ വ്യത്യാസമുണ്ട്, ആഹാരത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ പാപം എന്ന ഒരു കാര്യത്തിൽ വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും, കറുത്തവനും വെളുത്തവനും, ഉന്നത കുലജാതനും ഏറ്റവും പാവപ്പെട്ടവനും എന്ന് വേണ്ട, ഏത് രാജ്യത്തിൽ പാർക്കുന്നവനാണെങ്കിലും, ഏത് സംസ്കാരം ഉൾക്കൊള്ളുന്നവനാണെങ്കിലും മനുഷ്യർ ഒന്നായി മാറുന്നത് പാപത്തിലാണ്. അതുകൊണ്ട് പാപിക്ക് ഏക പരിഹാര മാർഗം അത് ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്ന സുവിശേഷമാണ്. ഈ സുവിശേഷത്തിന്റെ മറ്റൊരു പ്രത്യേകത റോമാലേഖനം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അപ്പൊ സുവിശേഷം എന്താണ്? വിശുദ്ധ രേഖകളിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്തതാണ് സുവിശേഷം. ഇവിടെ ഈ വിശുദ്ധ രേഖകൾ അത് ദൈവത്തിന്റെ വചനമാണ്. വചനം, വിശുദ്ധ രേഖകൾ എന്താണ്? 2 തിമോഥെയോസ് 3-ാം അധ്യായം 16-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകിയാൽ ദൈവത്തിന് മനുഷ്യൻ സകല സൽപ്രവൃത്തികൾക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ്. ഈ തിരുവെഴുത്തിൽ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി അറിയിച്ച സുവിശേഷമാണ് ഇന്ന് ഈ ദേശത്തോട് നാം വിളിച്ചു പറയുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ജനിക്കുന്നതിന് ഏതാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് മോശെ എന്ന പ്രവാചകനിലൂടെ എഴുതി വെച്ച പുസ്തകത്തിന്റെ വേദപുസ്തകത്തിന്റെ 1-ാം പുസ്തകത്തിൽ ഇപ്രകാരം കുറിച്ചു വെച്ചു: സർവശക്തനായ ദൈവം തമ്പുരാൻ ഭൂമിയോട് നടത്തിയ ആദ്യ പ്രവചനം, അത് കേൾക്കുവാൻ വേണ്ടി ഒരു സർപ്പമുണ്ടായിരുന്നു, അത് കേൾക്കുവാൻ വേണ്ടി ആദാമുണ്ടായിരുന്നു, അത് കേൾക്കുവാൻ വേണ്ടി ഹൗവയുണ്ടായിരുന്നു. ആ പ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഞാൻ നിനക്കും സ്ത്രീക്കും അവളുടെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യനെ പാപത്തിന്റെ ചതിയിലേക്ക് നിരപതിച്ചു കളഞ്ഞ ആ ദുഷ്ടപിശാചിനോട് ദൈവം പറയുകയാണ്, സ്ത്രീയുടെ സന്തതിയായി ഒരാൾ ഇവിടെ ജനിക്കും. ആ സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്നവൻ ഇന്ന് മനുഷ്യനെ പാപത്തിലേക്ക് തകർത്ത് കളഞ്ഞ ആ പിശാചിന്റെ തല തകർക്കും. അന്ന് മുതൽ മാനവകുലം സ്ത്രീയുടെ സന്തതിയായി ജനിക്കുന്ന ഈ പുരുഷനെ അന്വേഷിച്ച് മതങ്ങൾ, ഇസങ്ങൾ, ഐതിഹ്യങ്ങൾ എല്ലാം തെരഞ്ഞു നടന്നു. പ്രിയമുള്ളവരെ, ഗലാത്യലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നമ്പുരാൻ പറഞ്ഞ പ്രവചനത്തിന് നിവൃത്തി യേശു ക്രിസ്തുവിൽ കൂടെ നിവൃത്തിയായതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. ദൈവം എന്താണ് ആദ്യമായി പ്രവചിച്ചത്? സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ പിറക്കും. യേശുക്രിസ്തുവിന്റെ ജനനമായിരുന്നു ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ആ സ്ത്രീയുടെ സന്തതി എന്ന് പൗലോസ് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇവിടെ മറ്റൊരു ചോദ്യം: എല്ലാ ജനനങ്ങളും വിശുദ്ധമല്ലേ? എബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം നമുക്ക് പരിചയമുള്ള വാക്യമാണ്. വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ. ആ വാക്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനങ്ങൾ 51:5 വായിക്കുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ വിവാഹ ജീവിതത്തിലെ ദാമ്പത്യപരമായി ഉണ്ടാകുന്ന തലമുറ, സ്തോത്രം, അത് ദൈവത്തിന്റെ നിർണയപ്രകാരമുള്ളതാണ്. എന്നാൽ ദാവീദ് പറയുകയാണ്, എന്റെ അമ്മ ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്താണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറയുന്ന വാക്യം, ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജനനവും ഇന്ന് വരെ ലോകത്തിൽ ജനിച്ച് മരിച്ചടക്കപ്പെട്ട്
ഇന്ന് വരെ മനുഷ്യൻ കണക്കിലാക്കുന്ന ഏകദേശം 50,000 കോടിയിലധികം ജനങ്ങളും അവരുടെ ജനനവും യേശുക്രിസ്തുവിന്റെ ജനനവും തമ്മിലുള്ള വ്യത്യാസം, ഇന്ന് വരെ ലോകത്തിൽ ജനിച്ച് ഇന്ന് ജീവിക്കുന്നവരും മരിച്ചടക്കപ്പെട്ടവരുമായ സകല മനുഷ്യരും ജഡത്തിന്റെ ഇഷ്ടത്താൽ, പുരുഷന്റെ ഇഷ്ടത്താൽ ജനിച്ചതാണ്. എന്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനം വ്യത്യസ്തമായിരിക്കുന്നു? അത് ജഡത്താലുള്ള ജഡമല്ല. എന്താണ് ജഡത്തിൽ നിന്നുള്ള ജനനത്തിന്റെ പ്രത്യേകത? ജഡത്താലുള്ള ജനനം അത് അത് ജഡമാണ്. ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. ചോദ്യവും ഉത്തരവും അവിടെ തന്നെയുണ്ട്. എന്താണ് അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ എന്ന് ചോദിക്കാൻ കാര്യം, ഇന്ന് ലോകത്തുള്ള സകല ജനനങ്ങളും പാപിയായ മനുഷ്യനിൽ നിന്നുള്ളതാണ്. പാപിയായ മനുഷ്യനിൽ നിന്ന് ഉത്ഭവിക്കുന്ന സകലവും ജഡമാണ്. ആ ഒരു വ്യത്യാസവുമില്ല. എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവതയെ നഷ്ടപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് ദേശമേ ഇന്ന് ഞങ്ങൾക്ക് ഈ ദേശത്തോട് ഉച്ചഭാഷണിയിലൂടെ വിളിച്ചു പറയുവാനുള്ളത്, ജഡത്താൽ ജനിച്ചത് ജഡമാണ്. അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനുമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ ജനനം ഒരത്ഭുത വിഷയമായി മാറുന്നത്. ലോക ചരിത്രത്തിൽ പുരുഷന്റെ ഇഷ്ടത്താലല്ലാതെ ജഡത്താലല്ലാതെ ജനിച്ച ഏക ജനനം അത് യേശുക്രിസ്തുവിന്റെ ജനനമാണ്. മറിയയുടെ അടുത്ത് ചെന്ന് ദൈവദൂതൻ മറിയയോട് സംസാരിക്കുമ്പോൾ അവളുടെ മനസ്സിലുണ്ടായ ഒരു ചോദ്യം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറിയ ദൂതനോട് ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇത് എങ്ങനെ സംഭവിക്കും? ന്യായമായ ഒരു ചോദ്യമല്ലേ അത്? ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന് സ്തോത്രം. ദൂതൻ കൊടുത്ത മറുപടി അടുത്ത വാക്യത്തിലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ അത്ഭുത പുരുഷനാണ്. എന്തുകൊണ്ട് യേശു അത്ഭുത പുരുഷനായി? പ്രവാചകന്മാർ മുൻകൂട്ടി പ്രവചിച്ച തിരുവെഴുത്തുകളിൽ പ്രകാരം സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവൻ. സ്തോത്രം. ജഡത്തിന്റെ ഇഷ്ടമില്ലാതെ, പുരുഷന്റെ ഇഷ്ടമില്ലാതെ, അശുദ്ധരിൽ നിന്ന് ജനിക്കാതെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച ഒരു ജനനം ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി നാം മനസ്സിലാക്കണം, നാം പിൻപറ്റുന്നത് ആയിരങ്ങളിൽ ഒരുവനായ ഒരുവനെയല്ല, സ്തോത്രം, അവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരുവനെയാണ്. യേശുവിൻ്റെ ജനനം പോലെ ഒരു ജനനം ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടില്ല. യേശുവിൻ്റെ ജീവിതം പോലെ ഒരു ജീവിതം ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടില്ല. യേശുവിൻ്റെ മരണം പോലെ ഒരു മരണം ഇന്ന് വരെ ലോകത്തിലുണ്ടായിട്ടില്ല. മരിച്ച സകല മഹാന്മാരും സ്തോത്രം അടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് സ്തോത്രം നിശ്ചലമായി വിശ്രമിക്കുമ്പോൾ യേശു മരിച്ചവൻ മാത്രമല്ല, അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സാലിയ തന്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷനായി അവൻ സ്വർഗാരോഹണം ചെയ്ത് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി കാലതാമസമെന്നേ ആകാശമേഘങ്ങളിൽ വരുന്നവനാണ്. അതാണ് ഇന്ന് രാത്രി നമ്മെ ഇവിടെ കൂട്ടിവരുത്തിയത്. ആ പ്രത്യാശയാണ് നമുക്കിവിടെ വരുവാൻ കാരണമായി. യേശുക്രിസ്തുവിന്റെ ജനനം ഒരു അത്ഭുതമായിരുന്നു എന്നുള്ളതിന് വേദഗ്രന്ഥത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് ഒരെത്തിനോട്ടം നോക്കുമ്പോൾ ലോകത്തിൽ തത്വസംഹിതകൾ, തത്വശാസ്ത്രം ലോകത്തെ പഠിപ്പിച്ച ഗ്രീസ്, ആ ഗ്രീസിൽ നിന്ന് ധാരാളം തത്വചിന്തകന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. ഏതാണ്ട് യോബിൻ്റെ സമകാലികനായ വളരെ പ്രശസ്തനായ ഹീറോക്ലിറ്റസ് എന്ന് പറയപ്പെടുന്ന ആ വലിയ തത്വജ്ഞാനിയായ മനുഷ്യനെ കുറിച്ച്
നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും ഒക്കെ തത്വചിന്തകൾ ലോകത്തിന് പ്രദാനം ചെയ്ത ആ രാജ്യത്ത് നിന്നാണ് ഹെറോക്ലീറ്റസ് ജന്മമെടുക്കുവാനിടയായി തീർന്നത്. അദ്ദേഹം വലിയൊരു തത്വദാർശനികനായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഈ പ്രകൃതിയെ കാര്യമായി വീക്ഷിക്കുവാനിടയായി തീർന്നു. ഒരു ദിവസം സന്ധ്യാസമയത്ത് നല്ല നിലാവുള്ള ഒരു ദിവസം താൻ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ കാണാം ആകാശത്തിൽ ചന്ദ്രൻ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നു. മറ്റൊരു ദിവസം രാത്രി ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ നക്ഷത്രജാലങ്ങൾ കാണുന്നു. താൻ ഈ പ്രകൃതിയിലേക്ക് നോക്കിയപ്പോൾ കാണാം കൃത്യമായ കാലാവസ്ഥകൾ. മഴക്കാലം കടന്നു വരുന്നു, അത് കഴിഞ്ഞ് വേനൽക്കാലം കടന്നു വരുന്നു. വൃക്ഷങ്ങൾ ഒരു സമയത്ത് പൂക്കുന്നു, പൂത്തതിന് ശേഷം കായ്ക്കുന്നു. ചില കാലഘട്ടങ്ങളിൽ ഒന്നും ഉണ്ടാകുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, ഈ ആകാശത്തിൽ ഈ ചന്ദ്രനെ ഇങ്ങനെ നിർത്തിയത് ആരാണ്? ഈ സൗരയൂഥത്തിലെ ഈ നക്ഷത്രഗണങ്ങൾ ഇതിനെ ക്രമക്രമമായി ഓരോ സ്ഥലങ്ങളിൽ നിർത്തിയിരിക്കുന്നത് ആരാണ്? ഈ ഭൂമിയിൽ ഈ കാലാവസ്ഥകൾ വ്യത്യാസമില്ലാതെ ഇങ്ങനെ വരാനുള്ള കാരണം അതെന്താണ്? അദ്ദേഹം ഒരിക്കൽ കടൽ തീരത്തിലേക്ക് പോയി. ആ കടലിൽ നിന്ന് ഓളങ്ങളോടുകൂടെ കടന്നു വരുന്ന കടൽ തിരമാലകൾ, അതിന് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട് ഒരു നിശ്ചിത സ്ഥലം വരെ വരുവാനുള്ള ക്രമീകരണം ഒരുക്കി മടങ്ങിപ്പോകുവാൻ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആ മനുഷ്യൻ കാര്യമായിട്ട് ആലോചിച്ചു. ഹെറോക്ലീറ്റസ് ആ മനുഷ്യൻ ഇങ്ങനെ ശാസ്ത്രലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഈ കാണുന്ന പ്രപഞ്ചം ഇതുപോലെ നിൽക്കുവാനുള്ള ചില കാരണങ്ങളുണ്ട്. ഈ കാണുന്ന സൂര്യനാകട്ടെ, ഈ സൗരയൂഥത്തിലെ നക്ഷത്രങ്ങളാകട്ടെ, ഗോളങ്ങളാകട്ടെ, ഈ ഭൂമി തന്നെയാകട്ടെ, കാലാവസ്ഥയാകട്ടെ, വൃക്ഷങ്ങളാകട്ടെ, പക്ഷിജാലങ്ങളാകട്ടെ, മൃഗജാലങ്ങളാകട്ടെ, ഇതെല്ലാം ഇതുപോലെ കൃത്യമായി അതിൻ്റെ ഭ്രമണപഥത്തിൽ ചലിക്കുവാൻ, കാലാവസ്ഥകൾ കൃത്യമായി കടന്നു വരുവാൻ ഈ പ്രകൃതിയെ മുഴുവൻ കൃത്യമായി നിയന്ത്രിക്കുന്ന ഒരു ആജ്ഞാശക്തിയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ശക്തമായ ഒരു ആജ്ഞാശക്തിയാണ്. ഈ ആജ്ഞാശക്തിക്ക് ബഹിരാകാശത്തിൽ സ്വാധീനമുണ്ട്, ഈ ആജ്ഞാശക്തിക്ക് പ്രകൃതിയിൽ സ്വാധീനമുണ്ട്, ഈ ആജ്ഞാശക്തിക്ക് കടലിൽ സ്വാധീനമുണ്ട്, ഈ ആജ്ഞാശക്തിക്ക് കടലിന്റെ സമുദ്രത്തിന്റെ ആഴത്തിൽ സ്വാധീനമുണ്ട്. പക്ഷെ ഈ ആജ്ഞാശക്തി ഏതാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അത് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു വലിയ ആജ്ഞാശക്തിയുണ്ട്. ആജ്ഞാശക്തിയാണ് ഈ സൗരയൂഥത്തെ ഇതുപോലെ നിർത്തിയിരിക്കുന്നത്. ഈ സൗരയൂഥത്തെ ഇങ്ങനെ ചലിപ്പിക്കുന്നത് ഈ ആജ്ഞാശക്തിയാണ്. അവസാനം അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ആ ആജ്ഞാശക്തിക്ക് ഞാനൊരു പേരിടുകയാണ്, അത് ലോഗോസ്. അന്നു മുതൽ ഈ ലോഗോസ് ആരാണെന്ന് അറിയുവാൻ വേണ്ടി ഇങ്ങനെ പണ്ഡിതന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. ഈ ലോഗോസിനെ മനസ്സിലാക്കുവാൻ വേണ്ടി ആകാശഗംഗയെ നിയന്ത്രിക്കുന്ന, സൗരയൂഥത്തെ നിയന്ത്രിക്കുന്ന, ഭൂമിയെ നിയന്ത്രിക്കുന്ന, ഈ സമുദ്രത്തെ നിയന്ത്രിക്കുന്ന, ഇവിടെ നടക്കുന്ന സകല പ്രപഞ്ചങ്ങളെയും നിയന്ത്രിക്കുന്ന ഈ ലോഗോസ്, ഈ ആജ്ഞാശക്തി, ഇത് ആരാണെന്ന് അറിയുവാൻ വേണ്ടി ശാസ്ത്രലോകം, തത്വലോകം, പണ്ഡിതന്മാർ ഒത്തിരി പരിശ്രമിച്ച പലർക്കും അത് മനസ്സിലാക്കാൻ ഇടയായി തീർന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനെ ലോഗോസ് ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ശാസ്ത്രലോകം നടത്തി വരുമ്പോഴാണ് ബെത്സയിദ കടൽക്കരയിൽ മീൻ പിടിച്ചു നടന്ന ഒരു മുക്കുവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട യോഹന്നാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ യേശുവിനെ കണ്ടുമുട്ടുന്നു. യേശുവിനോട് കൂടി അവൻ പാർക്കുന്നു, യേശുവിനോട് കൂടി നടക്കുന്നു, യേശുവിനോട് കൂടി ഇരിക്കുന്നു, യേശുവിൻ്റെ ഹൃദയത്തോട് അവൻ ചേർന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ലോഗോസ് ആരാണെന്ന് ലോകത്തോട് ഈ മുക്കുവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന യോഹന്നാൻ പറഞ്ഞു കൊടുത്തു. തത്വശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയ, ശാസ്ത്രലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയാതെ പോയ ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചശക്തികളെയും ഇന്ന് കാണുന്ന സകല ചരാചരങ്ങളെയും ഒരാജ്ഞ കൊണ്ട് നിയന്ത്രിച്ച് നടത്തുന്ന ലോഗോസ് എന്ന ആ ശക്തി ആരാണെന്ന് മുക്കുവനായിരുന്ന യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി. എന്നിട്ട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ഇന്നിവിടെ കാണുന്ന സകല സൃഷ്ടിയും ഉളവായത് അവനിലൂടെയാണ്. പ്രിയമുള്ളവരെ,
യേശു ഒരു അത്ഭുത പുരുഷനാണ്. യേശു ഒരു അതിശയ പുരുഷനാണ്. എന്തുകൊണ്ടാണ് യേശു അതിശയ പുരുഷനായിരിക്കുന്നത്? ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും ഒരു വാക്കുകൊണ്ട് ഉളവാക്കി, ഈ കാണുന്ന സകല പ്രപഞ്ചത്തെയും ഒരാജ്ഞാശക്തി കൊണ്ട് നിയന്ത്രിച്ച് നടത്തുവാൻ കഴിയുന്ന ഒരാജ്ഞാശക്തി ലോകത്തിലുണ്ട്. ആ ആജ്ഞാശക്തിയെ ആരാധിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഇന്ന് പകൽക്കാലം ഇവിടെ, രാത്രിക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രത്യാശ എത്രമാത്രം വർദ്ധിക്കണം. ഈ ലോഗോസിന് ലോകത്തിന് അത് തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. ദൈവത്തിന് സ്തോത്രം. കേവലം ഒരു പുൽക്കൊട്ടിയിൽ കിടന്നാരംഭിച്ച് ഗോൽഗോഥായിൽ ഇവന്റെ ജീവിതം അവസാനിക്കുമെന്നാണ് അന്നത്തെ മത നേതൃത്വം കരുതിയത്, അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം കരുതിയത്. ദൈവത്തിന് സ്തോത്രം. ബെത്ലഹേമിൽ തുടങ്ങി ഗോൽഗോഥായിൽ ഒടുങ്ങിപ്പോകാതെ തൊട്ടപ്പുറത്തുള്ള ഒരു കല്ലറയ്ക്കകത്ത് എന്നേക്കുമായി ഒടുങ്ങുമെന്ന് വിചാരിച്ച് ലോകം കാത്തിരുന്ന ഈ ലോഗോസ് 3-ാം നാൾ കല്ലറ തുറന്ന് പുറത്തു വന്നു. അവനാണ് നമ്മൾ ആരാധിക്കുന്ന ക്രിസ്തു. യേശുവിൻ്റെ രക്തത്താൽ ജയം, യേശുവിൻ്റെ രക്തത്താൽ ജയം. അവനെക്കുറിച്ചാണ് യെശയ്യാവ് പറഞ്ഞത്, അവൻ അത്ഭുത മന്ത്രിയാണ്. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനായ ദൈവമാണ്, അവൻ നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്. അവനെ ആരാധിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം അത് എത്രയോ ഭാഗ്യമേറിയതാണ്. ഇനി യേശു ക്രിസ്തു സകല സൃഷ്ടിയുടെയും സൃഷ്ടിതാവ്. അതിനെ സംബന്ധിച്ച് പുതിയ നിയമം പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വാക്യം അങ്ങനെ വായിച്ചു കേട്ടപ്പോൾ ഒരു ചെറിയ സംശയം ഉടലെടുത്ത് കാണുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാസ്റ്റർ, ആ വാക്യം ഒന്നുകൂടെ വായിച്ച പാസ്റ്റർ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. ശ്രദ്ധിച്ചോ? അവൻ ആരാണ്? ആദിജാതൻ എന്ന് പറഞ്ഞാൽ, സകല സൃഷ്ടിക്കും ആദിജാതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഇടയിൽ ദുരുപദേശങ്ങൾ നുഴഞ്ഞു കയറുവാൻ സാധ്യതയുള്ളൊരു ഭാഗമാണിത്. സുവിശേഷം പറയാനെന്ന വ്യാജേന വീടുകളിലെത്തി 2 പുസ്തകവും കൈപ്പുസ്തകവും ട്രാക്റ്റും കണ്ട് ഇതിനെല്ലാം വിളിച്ചു കയറ്റിയിരുത്തി സംസാരം തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവർ തന്നെ ചോദിക്കും, നിങ്ങളും വിശ്വാസികളാണല്ലേ? അപ്പോൾ അവർ പറയും, അത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം. രണ്ടാമതൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയും, നമ്മൾ ആരെ വിശ്വസിക്കുന്നത്? യേശുവിനെ. അപ്പോൾ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ആരാണ്? അപ്പോൾ നമ്മൾ പറയും, നമ്മൾ വിശ്വസിക്കുന്ന യേശു ദൈവമാണ്. അപ്പോൾ അവർ ചോദിക്കും, പുതിയ നിയമം വായിക്കാറുണ്ടോ? അപ്പോൾ നമ്മൾ പറയും, പുതിയ നിയമം വായിക്കാറുണ്ട്. അപ്പോൾ അറിയാവുന്ന വാക്യം എന്ന നിലയിൽ കൊലോസ്യ ലേഖനത്തിൽ വാക്യം വായിച്ചു കേൾപ്പിക്കും. ഈ ലേഖനത്തെ പൗലോസ് എന്താ പറഞ്ഞിരിക്കുന്നത്? സൃഷ്ടിച്ച് അത് കൃത്യമായിട്ട് വായിച്ചിട്ടേ മറുപടി പറയാവുള്ളൂ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം ആരും ഒന്നും പറയുന്നില്ല. വേദവസ്തു അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സകല സൃഷ്ടിക്കും ആദിജാതൻ എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? അപ്പം ഞാൻ പറയുകയാണ്, എനിക്ക് 2 മക്കളാണ്. എൻ്റെ ആദിജാതനാണ് എൻ്റെ മകനെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? എനിക്ക് ഉണ്ടായ മക്കളിൽ ആദ്യം ജനിച്ചവനാണ് ആദിജാതൻ. അങ്ങനെയല്ലേ? ഇവിടെ സകല സൃഷ്ടിക്കും ആദിജാതൻ എന്ന് പറയുമ്പോൾ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടവനാണ് യേശു. ബാക്കി സൃഷ്ടിയെല്ലാം രണ്ടാമത് വന്ന്, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെയും. അപ്പോൾ ഒരു ചോദ്യം അവരിങ്ങോട്ട് ചോദിക്കും, യേശു സൃഷ്ടിതാവാണോ സൃഷ്ടിയാണോ?
മനസ്സിലാവുന്നുണ്ടോ? അല്പം ചിന്തിച്ചെങ്കിലേ മനസ്സിലാവൂ. യേശു സൃഷ്ടിയാണോ സൃഷ്ടിതാവാണോ? ഈ ഭാഗത്ത് പറയുന്നവൻ സൃഷ്ടിയുടെ ആദിജാതൻ എന്നാ പറയുന്നത്, സൃഷ്ടാവെന്നല്ലോ പറയുന്നത്. ഇന്ന് രാത്രി ഇതുപോലെയുള്ള ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുവാൻ വേണ്ടി ദൈവജനം പ്രാപ്തരായിട്ട് മാറണം. ഈ വേദി അത് പറയുവാൻ വേണ്ടി ഉപയോഗിക്കണമെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറയുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ 78 പ്രാവശ്യം ആദിജാതൻ എന്ന പദപ്രയോഗം പറഞ്ഞിട്ടുണ്ട്. 78 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ല. ഒരു വാക്യം, 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബ് തന്റെ ആദിജാതനെ കുറിച്ച് പറയുന്നത്, രൂബേൻ എന്റെ ആദിജാതൻ. രൂബേൻ എന്റെ, അതിന്റെ അർത്ഥം എന്താണ്? യാക്കോബിന് ഉണ്ടായ മക്കളിൽ ആദ്യം ജനിച്ചവനാണ് രൂബേൻ. അങ്ങനെ വേദപുസ്തകത്തിൽ ആദ്യം ജനിച്ചവൻ എന്ന അർത്ഥത്തിൽ പല പ്രാവശ്യം ആദിജാതൻ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുക. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാമത്തെ വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എന്റെ പുത്രൻ, ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദ്യജാതൻ തന്നെ, എന്റെ ആദിജാതൻ തന്നെ. ശ്രദ്ധിക്കുക പ്രിയമുള്ള, ആരാ ഇസ്രായേൽ? ആരാ ഇസ്രായേൽ? യാക്കോബാണ് ഇസ്രായേൽ. സത്യത്തിൽ ആദിജാതൻ ആരാണ്? യാക്കോബാണോ ഏശാവാണോ? മിണ്ടാതിരിക്കണം നിങ്ങൾ. ഏശാവ്. അപ്പോൾ ഇവിടെ പറയുന്നു യാക്കോബ്, ഇസ്രായേൽ എന്റെ ആദിജാതൻ തന്നെ. ബൈബിൾ ബോഷ്ക്ക് പറയില്ല, വചനം ബോഷ്ക്ക് പറയില്ല. അത് എന്റെ ആദിജാതൻ തന്നെ. ആദിജാതൻ യേശാവാണ് നമുക്കറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ആദിജാതൻ യാക്കോബ് എന്ന് ഇവിടെ പറയുന്നത്? മറ്റൊരു വാക്യം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഞാൻ ഇസ്രായേലിന് പിതാവും, ഞാൻ ഇസ്രായേലിന് പിതാവും, എഫ്രയീം എന്റെ ആദ്യജാതനും തന്നെ. എഫ്രയീം എന്റെ ആദിജാതനും തന്നെ. യോസേപ്പിന്റെ മക്കളിൽ ആദിജാതൻ ആരാണ്? ആദ്യം ജനിച്ചവൻ ആരാണ്? മനശ്ശെയാണ്. എന്നാൽ വചനം എന്താ പറയുന്നത്? എഫ്രയീം എന്റെ ആദിജാതൻ. ആദ്യം ജനിച്ചവൻ മനശ്ശെ ആയിരിക്കുമ്പോൾ വചനം എന്തുകൊണ്ടാണ് എഫ്രയീം എന്റെ ആദിജാതൻ എന്ന് പറയുന്നത്? ആദ്യം ജനിച്ചവൻ ഏശാവായിരിക്കുമ്പോൾ വചനം എന്തുകൊണ്ടാണ് സ്തോത്രം ഇസ്രായേൽ എന്റെ ആദിജാതൻ എന്ന് പറയുന്നത്? സങ്കീർത്തനങ്ങൾ 89:27. ഞാൻ അവനെ ആദ്യജാതനും ഭൂരാജാക്കന്മാരിൽ ശ്രേഷ്ഠനുമാക്കും. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? ദാവീദിനെ കുറിച്ച് പറയുകയാണ്. ദാവീദാണോ പിതാവിന്റെ ആദിജാതൻ? അവൻ 8ാമത്തെ മകൻ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. 8ാം മകനെ ആദിജാതൻ എന്ന് വചനം പറയുന്നതിന്റെ കാര്യം എന്താണ്? ഇന്നു രാത്രി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ പ്രിയമുള്ളവരെ. ഈ ആദിജാതൻ എന്ന പദപ്രയോഗം 2 അർത്ഥത്തിലാണ് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ സമയമില്ലെങ്കിലും ഈ 3 വാക്യങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാനുള്ള കാര്യം, ഈ സന്ദേശം കേൾക്കുന്നവർ ദുരുപദേശത്തെ ഖണ്ഡിക്കുവാനുള്ള പ്രാപ്തരായി മാറേണ്ടതിനാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്, ആദ്യം ജനിച്ചവൻ എന്ന നിലയിൽ ആദിജാതൻ എന്ന പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. യാക്കോബ് പറഞ്ഞു രൂബേൻ എന്റെ ആദിജാതൻ. ആ പദപ്രയോഗം പറഞ്ഞത് സ്തോത്രം ആദ്യം ജനിച്ചവൻ എന്ന അർത്ഥത്തിലാണ്. എന്നാൽ പുറപ്പാട് പുസ്തകത്തിലും യിരെമ്യാ പ്രവചനത്തിലും സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലും ആദിജാതൻ എന്ന് പറയുന്നത് ആദ്യം ജനിച്ചവൻ എന്ന അർത്ഥത്തിലല്ല, ആദ്യൻ എന്ന അർത്ഥത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാറ്റിനും ആദ്യമുണ്ടായിരുന്നവൻ, എല്ലാറ്റിനെയും സൃഷ്ടിതാവായിരുന്നവൻ, എല്ലാറ്റിനും അത്യുന്നതനായിരുന്നവൻ, സകലത്തിനും മീതയായിരുന്നവൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, കർത്താവ് യേശു ക്രിസ്തു സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? പറഞ്ഞാട്ടെ, എന്താ ധൈര്യക്കുറവ്? എന്താണ് ഉച്ചത്തിൽ പറയാൻ ഒരു ധൈര്യക്കുറവ്? എന്താണ്? യേശു സൃഷ്ടിയല്ല, അവൻ സൃഷ്ടിതാവാണ്. സകലത്തിന്റെ ഈ സൃഷ്ടിതാവായ യേശുവിനെ ആരാധിക്കുന്നവരാണ് ഇവിടെ കിടന്നിരിക്കുന്ന ദൈവജനം.
പ്രിയമുള്ളവരെ, ഹെറോക്ലീറ്റസ് പറഞ്ഞു, ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ചലനാത്മക ശക്തി, സകല പ്രപഞ്ചങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ചലനാത്മക ശക്തി, അവൻ ആദ്യനാണ്, അവൻ സൃഷ്ടിതാവാണ്, അവൻ സകലത്തിൻ്റെയും അധികാരിയാണ്, അവൻ അത്യുന്നതനാണ്. യേശുക്രിസ്തു ആദ്യം ചെയ്ത അടയാളം പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. നമ്മൾ പറഞ്ഞാൽ പച്ചവെള്ളം വീഞ്ഞാവൂല, നമ്മൾ പറഞ്ഞാൽ പച്ചവെള്ളം വീഞ്ഞാവൂല. യേശു ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. ഈ വെള്ളത്തോട് നമുക്ക് ചോദിക്കാം, ഞാൻ പറഞ്ഞാൽ എന്താ വീഞ്ഞാവാത്തത്? യേശു പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് വീഞ്ഞായി? പച്ചവെള്ളം നമ്മളോട് പറയും, എൻ്റെ സൃഷ്ടിതാവ് എന്നോട് എന്താവാൻ പറഞ്ഞാലും ഞാനതാവും. എൻ്റെ സൃഷ്ടിതാവ് വീഞ്ഞാകാൻ പറഞ്ഞാൽ ഞാൻ വീഞ്ഞാകും, രക്തമാകാൻ പറഞ്ഞാൽ ഞാൻ രക്തമാകും. എൻ്റെ സൃഷ്ടിതാവ് എന്നോട് എന്താകാൻ പറഞ്ഞാലും ഞാൻ അതായി മാറും. ഒരിക്കൽ യേശു നടന്നു പോകുമ്പോൾ ഒരു അത്തിവൃക്ഷം ഫലം തിരിഞ്ഞു, കണ്ടില്ല. യേശു പറഞ്ഞു, ഉണങ്ങിപ്പോകട്ടെ. അങ്ങനെ ഉണങ്ങത്തക്കവണ്ണമുള്ള കാലാവസ്ഥയല്ല ഇത്. പക്ഷേ അത്തി ഉണങ്ങിപ്പോയി. അത്തിയോട് ചോദിക്കേ, അത്തി പറയും, വൃക്ഷലോകത്തിന്റെ സൃഷ്ടിതാവ് ഉണങ്ങാൻ പറഞ്ഞാൽ ഉണങ്ങും. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. അതാണ് സൃഷ്ടിതാവ്. എൻ്റെ സൃഷ്ടിതാവ് ഉണങ്ങാൻ പറഞ്ഞാൽ ഞാൻ ഉണങ്ങും. കടൽ ഒരിക്കൽ പ്രക്ഷുബ്ധമായിട്ട് മാറി, കാറ്റ് ശക്തമായിട്ട് വന്നു. യേശു കടലിനെ ശാസിച്ചു. കാറ്റ് പറയും, എൻ്റെ സൃഷ്ടിതാവ് ശാന്തമാകാൻ പറഞ്ഞാൽ ഞാൻ ശാന്തമാകും, അമർന്നു പോകുവാൻ പറഞ്ഞാൽ ഞാൻ അമർന്നു പോകും. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. ആ യേശുവിനെയാണ് ഇന്നു രാത്രി നാം ആരാധിക്കുന്നത്. അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടിതാവാണ്, അവൻ ആരാധ്യനാണ്, അവൻ ആധിപത്യമുള്ളവനാണ്, സകലത്തിന്മേലും വാഴുന്നവനാണ്. സന്തോഷമുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. പ്രിയമുള്ള ദൈവത്തിന്റെ പൈതലേ, ഒരിക്കൽ ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നു. ആ ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ശതാധിപനോട് പറയുകയാണ്, ഞാൻ അധികാരത്തിന് കീഴിലുള്ളൊരു മനുഷ്യനാണ്. ഞാൻ ഒരുവനോട് വരാൻ പറഞ്ഞാൽ അവൻ വരുന്നു, ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞാൽ പോകാത്ത ഒരു സാധനം എൻ്റെ വീട്ടിലുണ്ട്, അതെൻ്റെ ബാല്യക്കാരൻ്റെ ദീനമാണ്. പക്ഷേ നീ പറഞ്ഞാൽ അവൻ പോകും, നീ പറഞ്ഞാൽ അവൻ പോകും. ഞാൻ പറഞ്ഞാൽ പോകാത്തത് നീ പറഞ്ഞാൽ പോകും. കാരണം നീ സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, നീ സകലത്തെയും നിർമ്മിച്ചവനാണ്, നീ സകലത്തെയും ഭരിക്കുന്നവനാണ്, നീ സകലത്തെയും നിയന്ത്രിക്കുന്നവനാണ്. നീ പറഞ്ഞാൽ അത് പോകും, നീ പറഞ്ഞാൽ അത് പോകും. ഇന്ന് രാത്രി ഈ സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ രാത്രിയിൽ കടന്നു വന്ന വിശ്വാസ സമൂഹത്തോട് ഞാൻ പറയുന്നു, നീ പറഞ്ഞാൽ പോകാത്ത ചിലത് എൻ്റെ യേശു പറഞ്ഞാൽ പോകും. നീ പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടാത്ത ചിലത് എൻ്റെ യേശു പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടും. നീ പറഞ്ഞാൽ അമർച്ചയാകാത്ത ചിലത് യേശു പറഞ്ഞാൽ അമർച്ചയാകും. നീ പറഞ്ഞാൽ ശാന്തമാകാത്ത ചിലത് യേശു പറഞ്ഞാൽ ഇന്ന് രാത്രി ശാന്തമാകും. യേശു ഒരിക്കൽ ഒരു കുഷ്ഠരോഗിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അക്കാലത്തിൽ കുഷ്ഠരോഗിയുടെ അടുത്ത് ആരും പോകാറില്ല. സാധാരണയായി കുഷ്ഠരോഗിയുടെ അടുത്ത് ഒരാൾ പോയി ആ കുഷ്ഠരോഗിയെ തൊട്ട് കഴിഞ്ഞാൽ, ശുദ്ധനായ മനുഷ്യൻ കുഷ്ഠരോഗിയെ തൊട്ടാൽ കുഷ്ഠരോഗിയുടെ കുഷ്ഠം ശുദ്ധനായവനിലേക്ക് പകരും. യേശു കുഷ്ഠരോഗിയെ തൊട്ടു. ആ സമയത്ത് സ്വാഭാവികമായി സംഭവിക്കേണ്ടത് കുഷ്ഠരോഗിയുടെ കുഷ്ഠം യേശുവിലേക്ക് പകരേണ്ടതാണ്. പക്ഷേ അവിടെ സംഭവിച്ചതെന്നറിയാവോ? യേശുവിൻ്റെ വിശുദ്ധി അവൻ്റെ കുഷ്ഠത്തിലേക്ക് കടന്നു. അവൻ എഴുന്നേറ്റത് സൗഖ്യമുള്ളവനായി. യേശു ലാസറിന്റെ കല്ലറയ്ക്കൽ ചെന്നു. നാം ഒത്തിരി കല്ലറയ്ക്കൽ പോകാറുണ്ട്, അലറി വിളിക്കാറുണ്ട്. നാം പലപ്പോഴും കല്ലറയ്ക്കൽ നിന്നുകൊണ്ട് അലറി വിളിക്കാറില്ലേ? യേശു അവിടെ ചെന്നിട്ട് പറഞ്ഞു, ലാസറെ നീ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. ലാസർ എന്തുകൊണ്ട് പുറത്തു വന്നു? മരണം പറഞ്ഞു, ഈ അധികാരിയുടെ വാക്കിനെ ലംഘിക്കുവാൻ എനിക്കാകില്ല. എന്നോട് ഇനി മരണത്തിന് ഇവനെ പിടിച്ചു വെക്കാൻ പറ്റുകയില്ല. യേശുവിന്റെ രക്തത്താൽ ചെയ്യും. ഇന്ന് രാത്രി ആരാധിക്കുന്ന വിശുദ്ധന്മാരോട് ഒരു വാക്ക് ഞാൻ പറയുകയാണ്. രോഗത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല, മരണത്തിന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല, കാറ്റുകൾക്ക് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല, അധികാരങ്ങൾക്ക് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. കാരണം പരമാധികാരിയായ ദൈവം
ആ പരമാധികാരി പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ ഇവിടെ ആർക്കും പറ്റുകയില്ല. യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും, യേശുവിൻ്റെ രക്തത്താൽ ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ ഈ കൺവെൻഷൻ അവസാനിപ്പിക്കേണ്ട സമയം ഏറ്റവും അടുത്തു വന്നിരിക്കുകയാണ്. എങ്കിലും ചില കാര്യങ്ങൾ അത്യാവശ്യം ഓർപ്പിച്ചിട്ട് ഞാൻ അവസാനിക്കുക. സകലത്തിൻ്റെയും അധികാരിയായ, മരണത്തിൻ്റെ അധികാരിയായ, പ്രപഞ്ചത്തിൻ്റെ അധികാരിയായ, സകല ചരാചരങ്ങളുടെയും അധികാരിയായ യേശുവിൻ്റെ ചങ്കിലച്ചോര കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച ജനമാണ് ദൈവസഭ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആരാണ് ദൈവമക്കൾ? യേശുവിന്റെ ചങ്കലച്ചോര കൊണ്ട് വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധ ഗണമാണ് ഈ കൺവെൻഷൻ പന്തലിൽ വന്നിരിക്കുന്നത്. നമ്മത് മറന്നു പോകരുത്. വെള്ളി കൊണ്ടല്ല, പൊന്നുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ കൊണ്ടല്ല നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് യേശുവിന്റെ രക്തത്താലാണ്. അത് മനസ്സിലാക്കുന്ന ദൈവജനം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുകൂടെ മനസ്സിലാക്കണം. ഇതോടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. സഭാജനം എങ്ങനെയാണ് ജീവിക്കേണ്ടത്? 1 തിമോഥെയോസ് ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത്രയും പ്രസംഗിച്ചത് യേശുവിന്റെ സുവിശേഷമായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ അവസാന ഭാഗത്ത് സ്തോത്രം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച മണവാട്ടി സഭ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുകൂടെ പറയുമ്പോൾ സ്തോത്രം ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവിടെ പറയുകയാണ്, സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. സഭയിൽ നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. ഇന്നത്തെ പല നടപ്പുകളും അറിവില്ലായ്മ മൂലമാണ്. നടക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുമായിരുന്നെങ്കിൽ ഇന്ന് പലരും നടക്കുന്ന പോലെ നടക്കുകയില്ലായിരുന്നു. കാരണം ഇത് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ഗണമാണ്. സ്തോത്രം. പ്രിയമുള്ള ദൈവത്തിൻ്റെ പൈതലേ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മോശയെ ദൈവം വിളിക്കുകയാണ് മിസ്രൈമിലേക്ക് അയക്കുവാൻ വേണ്ടി. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇങ്ങനെ അമ്മായിപ്പൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ മോശയെ ദൈവം വിളിച്ചു. മോശയെ വിളിക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത മുള്ളുകളും പാറകളും കല്ലുകളും ഒക്കെ ധാരാളമുള്ള സ്ഥലം. ആടുകളെ മേയിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, ഈ മുള്ളും പാറക്കഷണങ്ങളും കാലിനെ വേദനിപ്പിക്കാത്ത നല്ല കട്ടിയുള്ള ചെരുപ്പിട്ടോടെ നടക്കണം. ദൈവത്തിന് സ്തോത്രം. മോശയോട് വയ്ക്കുക, മോശ എന്തിനാ ഈ വനത്തിൽ ചെരുപ്പിട്ടോണ്ട് നടക്കണേ? എന്തിനാ വനത്തിൽ ചെരുപ്പിട്ടോണ്ട് നടക്കണം? എന്തിനാ വേണ്ടിയാ വനത്തിൽ എന്തുകൊണ്ടാണ് ചെരുപ്പിട്ടുകൊണ്ട് നടക്കുന്നത്? കാലിൽ മുള്ളു കൊള്ളാതെ, കാലിൽ കല്ല് കൊള്ളാതെ, ഇനി കാണുന്ന തീയുടെ അടുത്തേക്കാണ്, കാലിൽ തീ പൊള്ളൽ ഏൽക്കാതെ, അതിനല്ലേ ചെരുപ്പ്. അങ്ങനെ ചെരുപ്പിട്ട് നീങ്ങുന്ന മോശയോട് ദൈവാത്മാവ് പറയുകയാണ്, നീ എൻ്റെ അടുത്തേക്ക് വരണം, പക്ഷെ ചെരുപ്പിടാതെ വരണം. ചെരുപ്പിടാതെ വരണം. ആ ഭാഗത്താണ് ഈ വലിയ തീക്കനൽ എന്ന് പ്രതീക്ഷിക്കുക. ഞാനിങ്ങനെ തീക്കനലിലേക്ക് എടുത്തു വരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ കൺവെൻഷൻ ഗ്രൗണ്ട് പോലെയുള്ള സ്ഥലമൊന്നുമല്ല. മുള്ളുകളുണ്ട്, പാറകളുണ്ട്, തീക്കനലുകളുണ്ട്. അപ്പം ഇതിലൊന്നും കാലുകൾക്ക് വേദന ഉളവാതിരിക്കാൻ വേണ്ടി ചെരുപ്പിട്ടുകൊണ്ട് ഞാനങ്ങ് വരികയാണ്. അപ്പം എന്നോട് പറയുകയാണ്, ചെരുപ്പിടരുത്, ചെരുപ്പിടാൻ പറ്റൂല. അപ്പം ചെരുപ്പിടാതെ വരണമെങ്കിൽ ഞാൻ എങ്ങനെ പോകണം? പറഞ്ഞാട്ടെ. ചെരുപ്പിടരുത്, കാലിൽ മുള്ളു കൊള്ളരുത്, പാറ കൊള്ളരുത്, കല്ല് കൊള്ളരുത്, തീ പൊള്ളരേക്കരുത്. അപ്പൊ ഞാൻ എങ്ങനെ പോകണം? പറഞ്ഞാട്ടെ. നഗ്നനാഥൻ അത് അങ്ങനെ പോകണം. നഗ്നനാഥനായിട്ട് ആകാശം നോക്കി ഭൂമി നോക്കി പാട്ടും പാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടക്കുന്ന കല്ലും ഉള്ള തീയും ഉള്ള മുള്ളും എല്ലാം കാലിൽ കൊല്ലും. എനിക്ക് തീയുടെ അടുത്ത് പോകണം. കാലിൽ മുള്ളു കൊള്ളരുത്, പാദത്തിൽ കല്ല് കൊള്ളരുത്. എനിക്കവിടെ പോവുകയും ചെയ്യണം. ചെരുപ്പൊട്ട് ഇടാനും പറ്റൂല. ഇനി നിങ്ങൾ പറ, അങ്ങനെ പോകണമെങ്കിൽ എങ്ങനെ പോകണം? സ്തോത്രം.
എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്ക്, ഇവിടെ മുഴുവൻ മുള്ളാണ്, ഇവിടെ മുഴുവൻ പാറകളാണ്, ഇവിടെ മുഴുവൻ തീക്കനലുകളാണ്. ചെരുപ്പില്ലാതെ പോകുന്ന ഓരോ മനുഷ്യനും ഓരോ ചുവട് വെക്കുമ്പോഴും അവൻ ശ്രദ്ധിക്കണം. ഈ കാലിത് ചലിപ്പിക്കണമെങ്കിൽ, അടുത്ത പാദം വെക്കണമെങ്കിൽ മുള്ളില്ലാത്ത സ്ഥലം, കല്ലില്ലാത്ത സ്ഥലം, തീയില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ വെപ്രാളം പിടിച്ച് ആവേശം കൊണ്ട് പോകാൻ പറ്റൂല. ജാഗ്രതയോടെ പോകണം. എന്താ ദൈവമക്കളെ സഭാജീവിതം? എന്താ സഭാജീവിതം? സ്തോത്രം, ആവേശത്തിന്റെ മാർഗമല്ല, ജാഗ്രത പാലിക്കേണ്ട ഇടമാണ് സഭാജീവിതം. പ്രൈസ് ദി ലോർഡ്. ജാഗ്രത പാലിക്കേണ്ട ഇടമാണ്. ജാഗ്രതക്കുറവ് മൂലം സംഭവിക്കുന്നതിന് നാം തന്നെയാണ് ഉത്തരവാദികൾ. ഇന്ന് എത്രമാത്രം ജാഗ്രത ആരാധനയിലുണ്ട്, എത്രമാത്രം ജാഗ്രത പ്രാർത്ഥനയിലുണ്ട്, എത്രമാത്രം ജാഗ്രത കൊടുക്കൽ വാങ്ങലിലുണ്ട്, എത്രമാത്രം ജാഗ്രത പരസ്പരം കൈ കൊടുക്കുന്നതിലുണ്ട്, എത്രമാത്രം ജാഗ്രത സംസാരത്തിലുണ്ട്. ഓരോരുത്തരും അവരവരെ തന്നെ ശോധന ചെയ്യണം. ദൈവം സഭയെ ആക്കി വെച്ചിരിക്കുന്ന ലോകത്തിലാണ്. പക്ഷേ സഭയ്ക്കകത്ത് ലോകം കയറരുത്, സഭയ്ക്കകത്ത് ലോകം കയറരുത്. ഇവിടെ ഏറ്റവും അടുത്തുള്ളൊരു ദൈവദാസനാണ് KV സൈമൺ സാർ. കേരളത്തിലെ ഭാരത ക്രൈസ്തവ ഗാന കൈരളിക്ക് ഇത്രയും സംഭാവനകൾ നൽകിയ മറ്റൊരാളില്ല. അദ്ദേഹം ഒരിക്കലേ ഒരു സഭയിലെ പ്രശ്നം തീർക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാം ഒരു സഹോദരൻ, ആ പാടെ 15 പേരുണ്ട്. 15 പേരുണ്ടെങ്കിൽ 16 പ്രശ്നങ്ങളുമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ വന്ന് ഈ സഹോദരനെ കുറിച്ച് വിസ്തരിക്കുകയാണ്. 7 മണിക്ക് തുടങ്ങി 10 മണിയായിട്ട് വിഷയം തീർന്നിട്ടില്ല. ഓരോരുത്തർ എഴുന്നേറ്റ് പ്രബന്ധാവതരണങ്ങളാണ്. ഈ പ്രബന്ധങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് സൈമൺ സാർ പറഞ്ഞു, എന്നാൽ ഈ ആരോപിതനായ ആളുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിനും കൂടെ എന്ത് ചെയ്യാം. അപ്പം അദ്ദേഹം എഴുന്നേറ്റ് ഇവരെ കുറിച്ചെല്ലാം അങ്ങ് പറഞ്ഞു. അവസാനം മണിക്കൂറുകൾ, രാത്രി അതുണ്ട് 12 മണിയായി. എന്നാൽ സൈമൺ സാർ പറഞ്ഞു എന്നാ പറയുന്നത്, ഈ മനുഷ്യന് ദൈവസഭയ്ക്കകത്ത് ഒരു സെക്കൻഡ് പോലും വെച്ചുകൊണ്ടിരിക്കരുത്. പക്ഷെ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് ഇദ്ദേഹത്തെ വിടേണ്ട ഒരു കാര്യമില്ല. വല്ല മനസ്സിലായോ? പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്കകത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. ദൈവസഭയ്ക്കകത്ത് ചലിക്കുമ്പോൾ സൂക്ഷിക്കണം. ഹോള് നമ്മുടെയാണെങ്കിലും ആരാധന ദൈവത്തിൻ്റെതാണ്. ഇതിനൊരു ഉടമസ്ഥനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജാഗ്രതയോടെ ദൈവജനം ജീവിക്കേണ്ട, ഇടപെടേണ്ട, സംസാരിക്കേണ്ട ഇടമാണ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവസഭ. 40 വർഷം രാജാവായിരുന്നിട്ടും ഒരിക്കൽ പോലും പെട്ടകത്തെ കുറിച്ച് ശൗൽ ചിന്തിച്ചില്ല. അവനതൊരു വിഷയമേ ആയിരുന്നില്ല. ആരാധന പ്രേമിയായിരുന്ന ദാവീദ് ഈ പെട്ടകം തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിച്ചു. പെട്ടകം തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം ദൈവജനമേ. അവൻ അതിന് സ്വീകരിച്ചൊരു മാർഗം എന്താണെന്നറിയാമോ? ഒരു കാളവണ്ടിക്കകത്ത് ഇത് കൊണ്ടുവരാം. ദാവീദിനോടൊരു ചോദ്യം, ഈ പെട്ടകം കാളവണ്ടിക്കകത്ത് കൊണ്ടുവരുവാൻ നിന്നെ പഠിപ്പിച്ചത് ആരാണ്? അപ്പോൾ ദാവീദ് പറയുന്ന മറുപടി, പണ്ട് ഫെലിസ്ത്യൻ കൊണ്ടുപോയത് ഇങ്ങനെയാണ്. ഫെലിസ്ത്യൻ കൊണ്ടുപോയപ്പോൾ കുഴപ്പമൊന്നും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. ചെയ്യേണ്ടതുപോലെ ചെയ്താൽ അനുഗ്രഹമാണ്. ചെയ്യേണ്ടതുപോലെ ചെയ്യാതെ ആരെങ്കിലും കണ്ട് ചെയ്താൽ നിനക്കത് അനർത്ഥവുമാണ്. പ്രൈസ് ദി ലോർഡ്. വചനത്തിലൊരു പ്രമാണം എന്താണെന്നറിയാമോ? പുരോഹിതന്മാരായ എല്ലാവർക്കും പോലും ഈ പെട്ടകം ചുമക്കാൻ പറ്റില്ല. ലേവി ഗോത്രത്തിലുള്ള എല്ലാവർക്കും ഇത് ചുമക്കാൻ പറ്റില്ല. ഇത് കഹാത്യർക്ക് മാത്രമുള്ളതാണ്. ഈ പെട്ടകത്തിന്റെ 4 ഭാഗങ്ങളിലായി കൊളുത്തുകളുണ്ട്. ഈ കൊളുത്തിനകത്ത് ഒരന്താഴമിട്ട് കഹാത്യർ ചുമലിൽ ചുമക്കണം. ആ സമയത്ത് അയോഗ്യമായി പെട്ടകത്തെ നോക്കാൻ പോലും പാടില്ല. ദൈവത്തിന്റെ വ്യവസ്ഥയാണിത്. യേശുവിന്റെ രക്തത്താൽ ജയം
യേശുവിൻ്റെ രക്തത്താൽ ജയം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ പൈതല്, മനുഷ്യൻ കാണിച്ചു തരുന്ന വഴിയല്ല, ദൈവം നിർദ്ദേശിച്ച വഴിയാണ് ആരാധനയ്ക്ക് സ്വീകരിക്കേണ്ടത്. സ്തോത്രം. മനുഷ്യൻ്റെ അനുഭവങ്ങളല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമാണ് സഭയ്ക്കകത്തുണ്ടാകേണ്ടത്. ദൈവം പറയുന്നത് എന്താണോ അതനുസരിക്കാൻ തയ്യാറാകുന്നവർക്ക് പെട്ടകത്തിന് അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ആവേശം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്, അവിവേകം കൊണ്ട് ഈ ആരാധനയോട് ഇടപെടുന്നവരോട് പ്രതികരിക്കുവാൻ ഇവിടെ ആത്മാവുണ്ട്. അത് മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ളവരെല്ലാം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. എനിക്ക് ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഓർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അതിന് സമയം എന്നെ അനുവദിക്കുന്നില്ല. സ്തോത്രം. ഇങ്ങനെ ദൈവസന്നിധിയിൽ അറിയേണ്ടതറിഞ്ഞ് വിവേകത്തോടെ ഇടപെടേണ്ടതുപോലെ ഇടപെട്ട് ദൈവത്തെ ആരാധിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാൽ നിന്നെ കർത്താവ് ലജ്ജിപ്പിക്കില്ല. നിന്നെ കർത്താവ് ലജ്ജിപ്പിക്കില്ല. നിന്നെ കർത്താവ് ലജ്ജിപ്പിക്കില്ല. പ്രിയമുള്ളവരെ, വേട്ടമല ഫിലിപ്പോ സ്വദേശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. 6 അടി പൊക്കമുള്ള നല്ല കറുത്ത വെളുത്ത വസ്ത്രം ധരിച്ച് മാറോട് ചേർത്ത് ബൈബിൾ ചേർത്ത് വെച്ച് മുഖത്ത് പുഞ്ചിരിയോടുകൂടെ നടക്കുന്ന ആ പഴയ പാട്ടുകാരൻ, തൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു പാട്ടപ്പുരയിടം, അത് കൃഷിക്ക് വേണ്ടി പാട്ടമെടുത്ത് കുറേയധികം കപ്പ നട്ട് കുറേയധികം കാന്താരി നട്ട് അതുകൊണ്ട് ഉപജീവനം നടത്തിയ ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു ദിവസം തൻ്റെ മക്കൾ പറഞ്ഞു, ധരിക്കാൻ വസ്ത്രവുമില്ല, എങ്ങനെയാ പപ്പ ജീവിക്കുന്നത്? അപ്പം പുള്ളി പറഞ്ഞു, കാന്താരിയെല്ലാം പറിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് പാവാട മേടിച്ചു തരാം. ആവേശത്തോടു കൂടെ പിറ്റേ ദിവസം കാന്താരി പറിക്കാൻ വേണ്ടി ഭാര്യയും മക്കളും കൂടെ ആ പുരയിടത്തിലേക്ക് ചെല്ലുമ്പോൾ കാണാം, ഒരുത്തൻ കാന്താരി മുഴുവൻ പറിച്ച് ചാക്കിനകത്താക്കി അവൻ കൊണ്ടുപോവുക. നെഞ്ചുപൊട്ടിയ വേദനയോടുകൂടെ കേണപേക്ഷിച്ചു, ഒരു കാന്താരി സംബന്ധിക്കുള്ള കാന്താരിയെങ്കിലും തരാൻ വേണ്ടി. അത് ചോദിച്ച കള്ളൻ ഇഷ്ടപ്പെടാതെ കള്ളൻ്റെ ആ വൈരാഗ്യം തീർത്തത് ഏതാണ്ട് പകുതി വളർച്ചയെത്തിയ മുഴുവൻ ആ ചീനിക്കമ്പുകളും പിറ്റേ ദിവസം തരിപ്പണമാക്കി. തൻ്റെ ഭാര്യയും തൻ്റെ മക്കളുമായിട്ട് ആ തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ ഉപദേശിയുടെ ഭാര്യയുടെയും മക്കളുടെയും നെഞ്ച് തകർന്നുപോയി. കാത്തിരുന്ന ഫലം എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അപമാനിതനായി, നിന്ദിതനായി. അപ്പോഴാ കള്ളനെ കണ്ടു. അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്നറിയാവോ? ഇന്നലെ കാന്താരി അല്പം ചോദിച്ച് എൻ്റെ വാശി തീർത്തതാ. ആ മനുഷ്യൻ എല്ലാ നഷ്ടങ്ങളുടെ നടുവിൽ അവിടെ മുഴങ്കാലം മടക്കി. ഭാര്യയുടെ മുൻപാകെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരധാരിയായിട്ട് ഒഴുകുന്നു. മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരിയായിട്ട് ഒഴുകുന്നു. ആ നഷ്ടബോധത്തിൽ ആ മണ്ണിനകത്ത് മുഴങ്കാൽ മടക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തോട് പറഞ്ഞു, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി തരുന്ന. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി തരുന്ന ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ എന്തുള്ളൂ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാമോ? എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പ്രതിസന്ധി നേരിടുന്നവരാണ്, ഇല്ലായ്മ നേരിടുന്നവരാണ്. പക്ഷെ നമുക്കൊരു ഉടയവനുണ്ട്, നമുക്കൊരു കർത്താവുണ്ട്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. സ്തോത്രം. അന്ന് വേട്ടമല ഫിലിപ്പോ സ്വദേശി പാടിയ പാട്ടുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം. വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ മക്കൾ ചോദിച്ചു, പപ്പയല്ലേ പറഞ്ഞത് കപ്പ വിറ്റും ഈ കാന്താരി വിറ്റും ഞങ്ങൾ ഉടുപ്പ് മേടിച്ചു തരാമെന്ന്? ആ മക്കളോട് എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാതെ ഭാരപ്പെട്ട ദൈവദാസൻ നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിനകത്ത് പറഞ്ഞു, വാഗ്ദത്തം തന്ന കർത്താവേ, യേശുവിൻ്റെ രക്തത്താൽ യേശു നിനക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ സ്തോത്രം, അവരത് മാറുന്നവനല്ല. കൂടെ നടന്നവരും കൂടെ ജനിച്ചവരും കൂടെ പിറന്നവരും ഒക്കെ മാറിയെന്ന് വന്നേക്കാം, വാക്ക് പറഞ്ഞ് പലരും മാറിപ്പോയെന്ന് വന്നേക്കാം. പക്ഷേ യേശു വാക്ക് മാറില്ല. ഒത്തിരി വചനങ്ങൾ പറഞ്ഞ് വീട്ടിനകത്ത് എന്ന് പായിട്ട് പാടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അവർ ഒരുമിച്ച് പാടുവാനിടയെ തീർന്നു. വാഗ്ദത്തം തന്ന കർത്താവേ, നീ എത്ര നല്ലവനാണ്,
നമുക്ക് ഒരുമിച്ച് ആ പാട്ടൊന്ന് പാടി ദൈവത്തെ ആരാധിച്ച് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഈ പാട്ട് പാടുമ്പോൾ സ്തോത്രം, കഷ്ടതയും പട്ടിണിയും അനുഭവിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഡോക്ടർക്ക് സൗഖ്യമാക്കാൻ കഴിയാത്ത രോഗത്താൽ ഭാരപ്പെടുന്നവർ ഇവിടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ആർക്കും പരിഹരിക്കുവാൻ കഴിയാത്ത വിഷയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടെങ്കിൽ, സ്തോത്രം, കേട്ട് പഠിച്ച പാട്ട് പാടുന്ന പോലെ പാടാതെ ഹൃദയത്തിന് അനുഭവമായി ഒന്ന് പാടാൻ വേണ്ടി തയ്യാറാക്കിയാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി തരുന്ന ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ ഒന്നുമില്ല. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിൽ ഒന്നുമില്ല. പാടാൻ നമുക്ക് ഒരുമിച്ച്. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്തീയ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്തീയ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോ ഭാഗ്യം പാരിലെന്തുള്ളൂ. കഷ്ടതയും പട്ടിണിയും നേരിടും നേരം, കഷ്ടതയും പട്ടിണിയും നേരിടും നേരം, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന, മനക്ലേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ പരമായിട്ടെന്നെ പോറ്റുന്ന, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ, നല്ല പെറ്റമ്മയിൽ അൻപേറുന്ന യേശു പോരായോ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന, സ്തോത്രം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവേ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ, അതിലാശ്രയിച്ചു പാരിടത്തിൽ വേല ചെയ്യും ഞാൻ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു, ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മഹൽഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. മഹൽഭാഗ്യമാം ജീവിതം പാരിലെന്തുള്ളൂ. ക്രിസ്തീയ ജീവിതം പോൽ ഭാഗ്യം 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 പാരിലെന്തുള്ളൂ. Hallelujah. Praise the Lord. Hallelujah. യേശുവേ രാജാവേ. Hallelujah. Hallelujah.
ശകലന്തര വൈഡബലഗതഗരഗതേ. പരിഹാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്തോത്രം പാടുവാനുള്ള ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നമ്മുടെ മേലത് വ്യാപരിക്കട്ടെ. കർത്താവ് ചെയ്ത വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുവാൻ ആവശ്യമായ ദൈവകൃപ ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നു പോയാലും ക്രിസ്തുവിന്റെ കരം വിടാതെ ക്രിസ്തുവേശുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ആ കൃപ നമ്മുടെ മേൽ ചൊരിയപ്പെടട്ടെ. എല്ലാ കാര്യങ്ങളും ചേർത്തടിച്ച് അല്പസമയം കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ. Praise the Lord. Hallelujah. Hallelujah. ഹല്ലേലൂയ.